Now we are going to learn about sparse matrix. Sparse matrix. We can see a matrix is said to be sparse matrix if most of the elements of that matrix are zero. That is, it contains very less non-zero elements. അപ്പോൾ നമുക്കൊരു മാട്രിക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് കൺസേൺഡ് ആയിട്ടുള്ളത് നോൺ സീറോ എലമെൻറ്റ്സ് ആണ്. പക്ഷെ ആ നോൺ സീറോ എലമെൻറ്റ്സ് വളരെ കുറവും നമുക്ക് കൺസേൺഡ് അല്ലാത്ത സീറോ എൻട്രീസ് വളരെ കൂടുതലുമാണെങ്കിൽ അതിനെ നമ്മൾ സ്പാർസ് മാട്രിക്സ് എന്ന് പറയും. അപ്പോൾ മാട്രിക്സ് ഒരു വലിയ മാട്രിക്സ് ഉണ്ട്, ആ മാട്രിക്സിൽ നമുക്ക് ഒരു 5-6 വാല്യൂ നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്, അതാ നമുക്ക് കൺസേൺഡ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി മുഴുവൻ സീറോസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സ്പാർസ് മാട്രിക്സ് എന്ന് പറയും. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, അതൊരു വലിയ ഇഷ്യൂ ആണ്. ഈ നോൺ സീറോ എലമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേസ്റ്റേജ് ഓഫ് മെമ്മറിയാണ്. ഇത്രയും വലിയൊരു മാട്രിക്സ് നമുക്ക് വേണ്ടത് ആ കൂടെ കുറച്ച് എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ, വാട്ട് മാട്രിക്സ് ഇസ് കോൾഡ് സ്പാർസ് മാട്രിക്സ്, വെൻ ഡു യു സേ ദാറ്റ് എ മാട്രിക്സ് ഇസ് സ്പാർസ്? ഒന്ന് നമ്മൾ പറഞ്ഞു കൂടുതലും സീറോ ആണെങ്കിൽ. ഇനി രണ്ടാമത്തത്, എ മാട്രിക്സ് ക്യാൻ ബി സെഡ് ടു ബി പാർസ് ഇഫ് ദ നമ്പർ ഓഫ് സീറോ elements in the array must be greater than size divided by 2. അപ്പോൾ ഒരു അറേയുടെ സൈസ് ഡിവൈഡഡ് ബൈ 2. എന്താണ് സൈസ്? സൈസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു കോളം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഒരു 10x10 മാട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് 100 ആണ് എലമെൻറ്റ്സ് വരിക സൈസ്, അല്ലേ? 10x10 ആണെങ്കിൽ റൈറ്റ് ഇറ്റ് ഹിയർ, 10 into 10 ആണെങ്കിൽ you will have 100 elements. Okay. If the zero entries are greater than 50, 100 divided by 2 is 50. 50യേക്കാളും കൂടുതൽ സീറോ എൻട്രീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പാർസ് എന്ന് പറയും. ഓക്കെ, 50യേക്കാളും കൂടുതൽ, greater than 50, if the number of entries are greater than 50, then you say it is a sparse matrix. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? The matrix that is not sparse is called dense matrix. അപ്പോൾ കണ്ടീഷൻ വരുന്നത് എങ്ങനെയാണ്? ഡെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും നോൺ സീറോ എലമെൻറ്റ്സ് ആണ്, സീറോ എൻട്രീസ് കുറവാണ്. പക്ഷേ സ്പാർസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സീറോ എലമെൻറ്റ്സ് കൂടുതൽ. പക്ഷേ എപ്പോഴാണ് സ്പാർസ് എന്ന് നമുക്ക് പറയാൻ പറ്റുക? വെൻ ദ നമ്പർ ഓഫ് സീറോ എൻട്രീസ് ആർ ഗ്രേറ്റർ ദാൻ സൈസ് ഡിവൈഡഡ് ബൈ 2, വെർ സൈസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു കോളം. സപ്പോസ് ദർ ഇസ് എൻ അറേ of size 10 into 10, we have 100 elements. So 100 divided by 2 is 50, and if the number of zero entries is greater than 50, then we say that the matrix is sparse. ഇനി പലതരത്തിൽ സ്പാർസ് മാട്രിക്സ് വരാം. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് വൺ ഇസ് ഡയഗണൽ മാട്രിക്സ്. സോ യു ക്യാൻ സീ ഇതൊരു മാട്രിക്സാണ്. ഈ ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രം നോൺ സീറോയാണ്, ബാക്കി എല്ലാം സീറോ. അപ്പോൾ ഇതിനെ നമ്മൾ ഡയഗണൽ മാട്രിക്സ് എന്ന് പറയും. This is a square matrix where the non-zero elements are only where row number is equal to column number. That is at the diagonal. Non-zero elements are at the diagonal. അപ്പോൾ അതിനെ നമ്മൾ ഡയഗണൽ മാട്രിക്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ, ഇതിന് വിട്ട് സ്ഥലം കളയണ്ട. ഇതിപ്പോൾ എന്തായിരുന്നു? ഒരു 4x4 മാട്രിക്സാണ്. സപ്പോസ് നമുക്കൊരു 100x100 മാട്രിക്സ്, നമുക്ക് വരുന്ന നോൺ സീറോ എലമെൻറ്റ്സ് ആ ഡയഗണൽ മാത്രം, അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണെങ്കിൽ ആ 100x100 എത്ര 10,000 സ്പേസ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കണം. ദെൻ യു ഹാവ് ട്രൈ ഡയഗണൽ മാട്രിക്സ്. ട്രൈ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ 3 ഡയഗണലിൽ സീറോസ് ഉണ്ട്. ഒരു മിഡിൽ ഡയഗണൽ നോക്കും, മിഡിൽ ഡയഗണൽ, പിന്നെ അതിൻ്റെ മുകളിലുള്ള ഡയഗണൽ, അതിൻ്റെ താഴെയുള്ള ഡയഗണൽ, ഇത്രയത്തിലും സീറോസ് ഉണ്ട്, നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്. സോ ദ നോൺ സീറോ എൻട്രീസ് ഒക്കർ ഓൺ ദ ഡയഗണൽ or on the elements above or below the diagonals. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ട്രൈ ഡയഗണൽ മാട്രിക്സ്. അപ്പോൾ ഈ ഭാഗമൊക്കെ സീറോസ് ആണ്, ഓക്കെ, ബാക്കിയെല്ലാം സീറോസ് ആണ്. ഇവിടെ ഈ ഡയഗണൽസിൽ മാത്രം, 3 ഡയഗണൽസിൽ മാത്രം യു ഹാവ് ദ നോൺ സീറോ എലിമെൻറ്റ്സ്. ദെൻ യു ഹാവ് ട്രയാങ്കുലർ മാട്രിക്സസ്. ട്രയാങ്കുലർ മാട്രിക്സസ് ആർ ഓഫ് 2 types. 2 തരത്തിലുണ്ട് ട്രയാങ്കുലർ മാട്രിക്സ്. ലെറ്റ്സ് സേ എന്തൊക്കെയാണ് ട്രയാങ്കുലർ മാട്രിക്സ്? ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആൻഡ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണലും അതിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സും നോൺ സീറോ, ഡയഗണലിന് മുകളിലുള്ളതെല്ലാം സീറോസ്. ദ നോൺ സീറോ എലമെൻറ്റ്സ് ഒക്കർ ഓൺ ആൻഡ് ബിലോ ദി മെയിൻ ഡയഗണൽ. ഓൺ ആൻഡ് ബിലോ ദി മെയിൻ ആൻഡ് എന്നല്ല, ഓൺ ആൻഡ് ബിലോ ദി മെയിൻ ഡയഗണൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോവർ ട്രയാങ്കിൾ, അപ്പോൾ ലോവറിൽ മാത്രം, ആ ട്രയാങ്കിളിൻ്റെ ലോവറിൽ മാത്രം, മാട്രിക്സിൻ്റെ ലോവർ ട്രയാങ്കിളിൽ മാത്രം യു ഹാവ് ദ നോൺ സീറോ എലമെൻറ്റ്സ്.
അത് അതിൻ്റെ സെയിം തന്നെയാണ് അപ്പർ ട്രയാങ്കിൾ മാട്രിക്സ്. യു ഹാവ് ദി എലമെൻറ്റ്സ് ഓൺ ആൻഡ് എബവ് ദി ഡയഗണൽ. അപ്പോൾ എബവ് യു ഹാവ് എലമെൻറ്റ്സ്, താഴെ മുഴുവൻ സീറോസ്. ദിസ് ഇസ് അപ്പർ ട്രയാങ്കിൾ. ഇനിയും കുറേ ടൈപ്പ് ഉണ്ട്. ദീസ് ആർ ദ മേജർ വൺസ്. ഇനി now we can see it would be a waste of memory to place these array in the memory because of the zero entries. Because of the zero entries, majority of the zero entries. Thus we store only the non-zero elements മാത്രം സ്റ്റോർ ചെയ്യുക. അതാണ് ഐഡിയ. അപ്പോൾ സപ്പോസ് വി ഹാവ് എൻ അറേ ലൈക്ക് ദിസ്. നോക്കുക, ഇവിടെ ഒരു അറേ ഉണ്ട്, എ എന്ന് പറഞ്ഞ അറേ. ഇതൊരു ലോവർ ട്രയാങ്കുലർ മാട്രിക്സ്. പിന്നെ ഈ സ്പാർസ് മാട്രിക്സ് എപ്പോഴും ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ സൈസ് എന്താണ്? ദിസ് ഇസ് എൻ എൻ ബൈ എൻ മാട്രിക്സ്. എൻ ബൈ എൻ മാട്രിക്സ്. അപ്പോൾ ഇവിടെ മാത്രം എലിമെൻറ്റ്സ് ഉണ്ട്. നോക്കുക, ഇതിനെ നമുക്ക് ഫസ്റ്റ് റോയിൽ ഒരു എലിമെൻറ്റ്. അപ്പോൾ നമ്മളത് ബി എന്ന് പറഞ്ഞ അറേയിൽ ലീനിയർ അറേയിൽ B1 ഓക്കെ, B1ൻ്റെ അകത്ത് A11 ഇട്ടു, B2ൻ്റെ അകത്ത് A21 ഇട്ടു, 3ൻ്റെ അകത്ത് A22 ഇട്ടു. Okay, then in 4 you have A31, in 5 you have A32. അതിൻ്റെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയി, ഞാൻ വരച്ച് സ്ഥലം പോയി. അപ്പോൾ അതാണ് നമ്മൾ പുതിയൊരു അറേയിൽ ഈ നോൺ സീറോ എലിമെൻറ്റ്സ് മാത്രം എടുത്തിടുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യു ഹാവ് ഇൻ B1 യു വിൽ ഹാവ് A11, B2 യു വിൽ ഹാവ് A21, B3 യു വിൽ ഹാവ് A33 and B4 യു വിൽ ഹാവ് A31 എക്സെട്ര അങ്ങനെ പോലും. ദിസ് ഇസ് എ ലീനിയർ അറേ. B is a linear array. ഓക്കെ, ബി കണ്ടെയ്ൻസ്. അപ്പോൾ എത്ര എലമെൻറ്റ്സ്, ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എത്ര എലമെൻറ്റ് വരും നമുക്കിവിടെ നോക്കാം. ബി വിൽ കണ്ടെയ്ൻ, നമുക്ക് ഫസ്റ്റ് റോയിൽ ഒരു എലമെൻറ്റ്, സെക്കൻഡ് റോയിൽ 2 എലമെൻറ്റ്, തേർഡ് റോയിൽ 3 എലമെൻറ്റ്, എക്സെട്ര. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഇറ്റ് വിൽ കണ്ടെയ്ൻ 1 + 2 + 3 + 4 ആൻഡ് ലാസ്റ്റ് റോ വിൽ കണ്ടെയ്ൻ n എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ n. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നത്? ഹാഫ് ഇൻറ്റു n ഇൻറ്റു n + 1 എലമെൻറ്റ്സ്. സപ്പോസ് യു ഹാവ് എൻ അറേ ലൈക്ക് ദിസ്. ലെറ്റ് ദ അറേ ബി a equal to 1 0 0 0 2 1 0 0 5 6 8 0 7 9 5 4. ഇങ്ങനത്തെ ഒരു അറേ ആണെങ്കിൽ എത്ര എലമെൻറ്റ്സ് വരണം നമുക്ക്? യു വിൽ ഹാവ് 1 2 3 4 5 6 7 8 9 10 എലമെൻറ്റ്സ് ഉണ്ട്. അതെങ്ങനെ കിട്ടും? അതാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഹാഫ് ഇൻറ്റു n ഇൻറ്റു n + 1, ഹാഫ് ഇൻറ്റു n ഇൻറ്റു n + 1. ദാറ്റ് ഈസ് യു വിൽ ഹാവ് 10 എലമെൻറ്റ്സ് ഇൻ ടോട്ടൽ. ഹാഫ് ഇൻറ്റു n ഇൻറ്റു n + 1. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു n എന്ന് പറയുന്നത് എത്രയാണ്? n ബൈ n മാട്രിക്സ് 4/4 അല്ലേ? 4 ഇൻറ്റു 5. That is, you will have 10 elements, total 10 elements. So B will contain 10 elements. അപ്പോൾ ഈ നോൺ സീറോ എത്രയുണ്ട് അത്രയും തന്നെ ബീൻ്റെ അകത്ത് ഉണ്ടാവും. അതാണ് പറഞ്ഞത്, ബി കണ്ടെയ്ൻസ് ഓൺലി ഹാഫ് ഇൻറ്റു n ഇൻറ്റു n + 1 എലമെൻറ്റ്സ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഫസ്റ്റ് എലമെൻറ്റ്, ഈ എയിലെ ഫസ്റ്റ് എലമെൻറ്റ് B1ലും എയിലെ സെക്കൻഡ് എലമെൻറ്റ് B2ലും അങ്ങനെയാണ് പോവുക. എയിലെ A21 A22 വിൽ ബി ഇൻ ദിസ് പൊസിഷൻ. നൗ ഇനി നമുക്ക് ഈ എലമെൻറ്റ്സ് ചിലപ്പോൾ ഇത് എവിടെയാണ്, A33 എവിടെയാണെന്ന് നമുക്കറിയണം. ബിയിൽ എവിടെയാണെന്ന് നമുക്കറിയണം. അത് കിട്ടാനായിട്ട് അതിൻ്റെ അഡ്രസ്സ് കിട്ടണം, നമുക്ക് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ. സോ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് AJK, ദാറ്റ് ഈസ് BL is equal to AJK, വി ഹാവ് ടു ഫൈൻഡ് BL. L ആണ് കണ്ടുപിടിക്കേണ്ടത്. L എവിടെയാണ്? AJKയുടെ വാല്യൂ Lൽ എവിടെയാണ് കിടക്കുന്നത്, ബിയിൽ എവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ ആണ് L. അപ്പം L എന്ന് പറയുന്നത് എന്താ? L gives the number of elements in the list up to and including AJK. L gives the number of elements in the list up to and including AJK. Suppose I say A21. I am saying A21 ഇവിടെ ഉണ്ട്. A21 എവിടെയാണ് ഉള്ളത്? B2ൽ. ദാറ്റ് മീൻസ് വാട്ട്? ഇതിനർത്ഥം B2 എന്ന് പറയുന്നത് 2 എലമെൻ്റ് ഉണ്ടെന്ന് അർത്ഥം. ഓൾറെഡി കണ്ടോ, 1 2. ഇനി A22 എവിടെയുള്ളത്?
B3. That means that array has already got 3, 3. See, L will give you the number of elements up to and including this one. Up 3 will give you up to and including. അതിൻ്റെ അർത്ഥം ഈ അരയിൽ 3 എണ്ണം ഉണ്ട്. ഇതിനെയും കൂടെ കൂട്ടി 3 എണ്ണം ഓൾറെഡി ഉണ്ട്. ഈ അരയിൽ ബിയിൽ 4th പൊസിഷനിൽ ഇൻക്ലൂഡിങ് ദിസ് യു ഹാവ് 4 elements, non-zero elements എന്നാണ് അർത്ഥം. സോ L gives the number of elements in the list up to and including AJK. Okay. ഇനി we can say 1 plus 2 plus 3 up to j minus 1 equal to j into j minus 1 divided by 2 elements are present in the rows above AJK. അപ്പോൾ എത്ര എലമെൻറ്റ്സ് എബവ് ഉണ്ടെന്ന് അറിയണം AJKയുടെ എബവ്. സോ ഐ എം സെയിങ് ഇഫ് ഐ എം ഹാവിങ് A22 എത്ര എലമെൻറ്റ്സ് എബവ് ഉണ്ടെന്ന് നോക്കണം. ജെ എന്ന് പറയുന്നത് എന്താ AJK, ജെ എന്ന് പറയുന്നത് 2. ഓക്കെ, സോ ഇവിടെ എന്തായിരുന്നു ജെ ഇൻറ്റു ജെ മൈനസ് 1. ജെ ഇൻറ്റു ജെ മൈനസ് 1 ഇസ് 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഇസ് ഇവിടെ A22ൻ്റെ യു വിൽ ഹാവ് ജെ ഇൻറ്റു ജെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഇസ് 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഇസ് 1. അതിൻ്റെ അർത്ഥം ഒരു എലമെൻറ്റ് ഈ റോയിൻ്റെ മുകളിൽ ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ റോസ് അബവ് AJK. ഇനി ഇത് എടുത്ത് നോക്ക്, A32 എടുത്ത് നോക്കുക. A32 എന്ന് പറയുമ്പോൾ എന്താ A32 ഈക്വൽ ടു 3 മൈനസ് 2 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എലമെൻറ്റ്സ്. അപ്പം A32ൻ്റെ മുകളിൽ 1 2 3 എലമെൻറ്റ് ഈ റോയിൻ്റെ മുകളിലുണ്ട്, ഇതിനെ കൂട്ടുന്നില്ല. ഇനി എന്താ ആൻഡ് there are k elements in row J up to and including AJK. ഇനി k എലമെൻറ്റ്സ്, അപ്പോൾ ഈ റോയിൽ ഇപ്പോൾ A32 എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കണ്ടെയ്ൻ 2 എന്ന് പറയുന്ന k. സോ ഇറ്റ് വിൽ കണ്ടെയ്ൻ k എലമെൻറ്റ്സ് ഇൻ ദിസ് റോ അപ് ടു ദിസ് AJK. അതല്ലേ അതതിൻ്റെ അർത്ഥം. 2 എന്ന് പറഞ്ഞാൽ 2 എലമെൻറ്റ് ഈ റോയിൽ. ഈ 3 എന്ന് പറഞ്ഞാൽ എന്താ ഈ റോയിൽ 3 എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്ക് 2 എന്ന് പറഞ്ഞാൽ ഈ റോയിൽ 2 എലമെൻ്റ് ഉണ്ട്. സെക്കൻഡ് ഇൻഡെക്സ് k എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതും കൂടെ കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ എബവ് എത്ര കിട്ടി, പിന്നെ k വെച്ച് നമുക്ക് അതുവരെ ഉള്ളതും കിട്ടും. ഓക്കെ, അപ്പോൾ ആ എല്ലിൻ്റെ പൊസിഷൻ കിട്ടും. സോ അപ്പോൾ എന്തായിരുന്നു വന്നത്, ഇത്ര എലമെൻറ്റ് ജെ ഇൻറ്റു ജെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ റോസ് എബവ് AJK and there are k elements in the row J up to and including AJK. Therefore, L is equal to J into J minus 1 divided by 2 plus K. അത് ചെയ്താൽ അത് രണ്ടും കൂടെ ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് L കിട്ടും. അപ്പം it will give the index of AJK from array B. For example, I am going to find, ഇപ്പോൾ ഇത് കണ്ടുപിടിക്കുക A33 എന്ന് പറയുമ്പോൾ എങ്ങനെ A33. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് J into J minus 1 divided by 2. എത്ര എലമെൻറ്റ്സ് ഈ റോയിൻ്റെ മുകളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതായത് ജെ എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2, 3 എലമെൻറ്റ്സ്. അത്രയല്ലേ ഉണ്ടാവുക. ഈ റോയിൻ്റെ മുകളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 1 2 3. ഇനി ഈ റോയിൽ എത്ര എലമെൻ്റ് ഉണ്ട്, അതാണ് k എന്ന് പറഞ്ഞാൽ എന്താ ഈ 3. സോ പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. സോ 1 2 3 4 5 6. സോ B6 യു വിൽ ഹാവ് A33. B6. So L is equal to 6. So the address of A33, the address of the element A33 of array A in B is 6. അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു റെപ്രസെൻറ്റ് സ്പാർസ് മാട്രിക്സ്. അപ്പോൾ സ്പാർസ് മാട്രിക്സ് ഈ അറേയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ അറേയാണ്. ഇതിന് നോൺ സീറോ എലമെൻറ്റ് മാത്രം എടുത്ത് നമ്മൾ ബിയിലിട്ടു. അതാണ് സ്പേസ് വേസ്റ്റേജ് കുറയ്ക്കാൻ നല്ലത്. പക്ഷേ ഇതിന് ഇട്ടിരിക്കുന്ന ഏത് അഡ്രസ്സ് എന്ന് അറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഇത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്പാർസ് മാട്രിക്സ്.